വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഐ തിങ്ക് ഒരു 2 വീക്സ് എന്തോ ആയി. സോ ഇന്ന് നമുക്കൊരു മോമോസ് ഉണ്ടാക്കി നോക്കിയാലോ. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ എൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വാ. സവാള, ക്യാബേജ്, പിന്നെ വെളുത്തുള്ളി നല്ല കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. മൈദ ജസ്റ്റ് ഉപ്പിട്ട് കുറച്ച് വെള്ളമിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ടെക്സ്ചറാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ സോഫ്റ്റ്. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ വെച്ചേക്കുന്നതിന് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒരു 5 വിസിലടുപ്പിക്കുക. നന്നായിട്ടൊന്ന് കുക്കായി വരിക. അപ്പോൾ ചിക്കൻ ഒരു 5 വിസിലടുപ്പിച്ചായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണിച്ചു തരാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ബ്രസ്റ്റ് പീസാണ് ഫുള്ളായിട്ടുള്ള ഇട്ടേക്കുന്നത്. പിന്നെ എല്ലും കഷ്ണമൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് പൊടിനൊന്ന് വിട്ട് വരാൻ വേണ്ടി. അല്ലെങ്കിൽ കൈവച്ച് പിച്ചി ചെയ്താലും മതി. എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഒരു അടി അടിക്കാൻ പോവുകയാണ്. ഓക്കെ. ജാറിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലേക്ക് എല്ലും കഷ്ണം എടുത്ത് ഇടരുത് കേട്ടോ. ഞാൻ എല്ലും കഷ്ണം മാറ്റി ജസ്റ്റ് പീസ് മാത്രമാണ് എടുത്തിട്ടേക്കണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഉപ്പൊക്കെ ഓൾറെഡി ഉള്ളതല്ലേ. കുരുമുളക് പൊടി ഇടാം. ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസ്. അത് കുറച്ചിട്ടാൽ മതിയേ, ഇഷ്ടത്തിനനുസരിച്ച്. ചില്ലി സോസ്. സോ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാം. ഫില്ലിങ്സ് റെഡിയായി. ഇനി മൈദ വെച്ചിട്ട് മൈദ ഒന്ന് പരത്തി കുഴച്ചെടുക്കാമേ. ഇങ്ങനെ റൗണ്ടായിട്ട് പരത്തിയിട്ട് ഏതെങ്കിലും ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. പിന്നെ വെക്കുക, പിന്നെ പരത്തുക. സോ നമ്മുടെ ഞാൻ പരത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് പരത്തിക്കൊണ്ടിരിക്കണേ. ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓണാക്കി വെക്കാം. മോമോസ് ഞാനപ്പോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇതെങ്ങനെയാണ് ഷേപ്പാക്കണത് ഞാൻ കാണിച്ചില്ലായിരുന്നു. പക്ഷേ സിമ്പിളാണ് കേട്ടോ. രണ്ടറ്റത്തൊരു ജസ്റ്റ് ഒന്ന് വലിക്കുക, ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 to 10 മിനിറ്റ്സ് ആയി കഴിയുമ്പോഴേക്കും ഇതേപോലെ ചേഞ്ച് തന്നെ കാണാം. നിങ്ങൾക്ക് വെന്ത പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ കളർ ഫുള്ളും ചേഞ്ചായി ഓയിലി ടെക്സ്ചർ പോലെ ആവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം ഇത് വെക്കണതിന് മുമ്പ് തന്നെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എനിക്കങ്ങനെ ഒരു മണ്ടത്തരം പറ്റിപ്പോയി എടുക്കാൻ പറ്റണുണ്ടായില്ല. കണ്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിക്കിടക്കണ കണ്ട, അത് ഇതിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ തൊട്ട് ഞാനൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സെറ്റ് ഞാൻ വെച്ചത്. ഇനി ഫ്രൈഡ് മോമോസാണ് വേണ്ടെങ്കിൽ ഈ സെയിം സ്റ്റീം ചെയ്ത മോമോസ് എടുത്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് എടുത്തിടുക. അപ്പോൾ ഫ്രൈഡ് മോമോസും റെഡിയായി. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മയോണൈസും കെച്ചപ്പും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടാക്കിയായിരുന്നു. ഞാനാകെ കുറച്ചൊരു 4-5 എണ്ണം എടുത്തുള്ളൂ. സോ നമ്മുടെ സ്റ്റീംഡ് ആൻഡ് ഫ്രൈഡ് മോമോസ് ഇവിടെ റെഡിയായി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.